കൊടുക്കും. പറമ്പത്ത് പ്രഭാകരൻ അവരുടെ ജന്മദിനാണ് ഇന്ന്. എല്ലാ ആർഭാടങ്ങളും ഒഴിവാക്കി ഈ തെരുവിൽ അലഞ്ഞു നടക്കുന്ന ആരുമില്ലാത്ത പാവങ്ങൾക്ക് ചോറ് കൊടുക്കാൻ തോന്നിച്ച വലിയ മനസ്സിന് ദൈവത്തിന് നന്ദി പറയാം. അവരുടെ ജന്മദിനം ഈ തെരുവിലുള്ള നമ്മളാണ് ശരിക്കും ആഘോഷിക്കുന്നത്. പല പ്രാവശ്യമായിട്ട് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ അവരെ സഹായിക്കുന്നുണ്ട്. ആ പറമ്പത്ത് കുടുംബങ്ങളെല്ലാം ദൈവമേ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപടി ചോറ് കിട്ടാണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്കാണ് അവർ ഭക്ഷണം കൊടുക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ആ കരുണയും ദയവും സ്നേഹവും ഒക്കെ നിറഞ്ഞ ആ വലിയ മനസ്സിന് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നന്ദി ബോധിപ്പിക്കാം. ഈ തെരുവിൽ ഒറ്റപ്പെട്ടു പോയി ആരോരും ഇല്ലാത്ത ആൾക്കൊപ്പം അയാൾ പിറന്നാൾ ആഘോഷിക്കുന്നത്. എല്ലാ മാസവും നമുക്ക് ഭക്ഷണം കൊടുക്കാൻ അവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ആർഭാടവും ആഘോഷമൊന്നുമില്ലാതെ തെരുവിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കാൻ അവർ സഹായിക്കുന്ന അവരെ ആ നല്ല മനസ്സിനെ ഓർത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഭക്ഷണം കിട്ടിയില്ലേ? ഭക്ഷണം കിട്ടിയതിൻ്റെ പോട്. കള്ളു കുടിച്ചിട്ട് ഒരാളിവിടെ വരണേ ഭക്ഷണം ഞാൻ തരൂലേ നാളെ തൊട്ട്. മദ്യപിക്ക ഇനി ഒന്ന് പോട്. ഞാൻ ഇനി പറയണ്ട, എനിക്കറിയാൻ ചെയ്യുന്നത്. മദ്യപിച്ചിട്ട് ഒരാളും ഇങ്ങോട്ട് വരണ്ടേ, ഞാൻ ഇനി ഭക്ഷണം തരൂലേ. ആരോരുമില്ലാത്ത പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ തോന്നിച്ച ആ പ്രഭാകരൻ്റെ നന്മയുള്ള മനസ്സിന് നമുക്ക് നന്ദി പറയാം. ഈ ഓരോ സ്നേഹപ്പൊതി നമുക്ക് തരാൻ അവർ കാണിക്കുന്ന വലിയ സ്നേഹത്തിൽ നന്ദി പറയാം. എടാ, നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവരും വരുന്ന ചോറ് കിട്ടുന്നത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? നമുക്ക് ഓരോ ദിവസം ചോറ് തരുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എന്തെന്നാ പറയുന്നത്? നിങ്ങളിതൊന്നും അറിയണ്ടല്ലോ അല്ലേ? പറമ്പത്ത് പ്രഭാകരൻ എന്നവരുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ഭക്ഷണമാണ് ഇന്ന്. ഇവരുടെ എല്ലാ മേഖലയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.